പി ആർ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമെന്ന് ഒരു കൂട്ടര്, അങ്ങനെ പി ആർ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റത്തില്ല എന്ന് മറ്റൊരു കൂട്ടര്. സത്യത്തിൽ ഈ പി ആർ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇപ്പൊ ഇത് ചർച്ചയാവാൻ കാരണം സിജോന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്ക് എന്തെങ്കിലും പറയാനില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ സിജോന് പി ആർ കൊടുക്കണം, നന്നായിട്ട് പി ആർ കൊടുക്കണം, ശക്തമായിട്ട് പി ആർ കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതെ, അങ്ങനെ പറയാൻ കാരണം കാരണം ഇത്തവണ ഞാൻ ഒരുപാട് പി ആറിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ളതുണ്ട്. ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ പി ആറിന്റെ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇത്തവണ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിന്നർ അപ്പോൾ പി ആർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരാളല്ല ഉദ്ദേശിച്ചത്, ആൾക്കാർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തവണത്തെ പി ആർ വർക്കിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് സിജോ പറയുന്നത്. അതുപോലെ തന്നെ ആ റിപ്പോർട്ടർ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്തവണത്തെ വിന്നർ അപ്പോൾ പി ആർ കൊണ്ടാണോ എന്നാണോ പറയണതെന്ന് ചോദിക്കുമ്പോൾ പറയണ്ട, അല്ല ഞാൻ ഒരാളെ പറ്റിയല്ല, ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ജിൻഡോന്റെ പേര് ചേർത്തിട്ടാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച കാണുന്നത്. ഇപ്പൊ പി ആർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പല പ്രമുഖരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പി ആർ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ പി ആർ ഏജൻസികളെ ഉപയോഗപ്പെടുത്താറുണ്ട്. പി ആർ ഏജൻസികൾ പല സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ട് ഇവർക്ക് കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം തന്നെ എടുത്താല് അവരെ ബൂസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ എതിരാളികൾക്ക് നേരെ ഡീഗ്രേഡ് ചെയ്യാനും ഈ പി ആറുകളെ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് പലപ്പോഴും സക്സസ് ആവുന്നതും ഇല്ലാത്ത കാര്യം പറഞ്ഞ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും ഭരണത്തിൽ കയറുന്നതും കാണുന്ന മലയാളികളുടെ അടുത്താണ് ഈ പി ആറുകളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. ഇനി ബിഗ് ബോസിലെ കാര്യം പറയാനാണെങ്കിൽ ബിഗ് ബോസിൽ വരുന്ന ഓൾമോസ്റ്റ് മിക്ക കണ്ടസ്റ്റൻസും പി ആർ കൊടുത്തിട്ടാണ് അവിടെ പോകുന്നത്, ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അത് ചെറിയ തുക മുതൽ അത്യാവശ്യം വലിയ എമൗണ്ട് വരെ പി ആറുകൾക്ക് വേണ്ടി ചെലവാക്കുന്നവരുണ്ട്. ഈ പി ആർ ഏജൻസി ഓരോന്നും ഓരോ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവരുടെ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണോ അവരെ വലിയ രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് സമൂഹത്തിൽ വെറുപ്പ് തോന്നിക്കുന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനും ഈ പി ആറുകളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഈ കുന്നിക്കുരുവോളം ചെയ്താലും അത് കുന്നോളാണെന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാനും ഇവര് കൊടുത്തിരിക്കുന്ന ഈ പി ആർ എടുത്തിരിക്കുന്ന കണ്ടസ്റ്റന്റ് എന്തോ വലിയ മഹാസംഭവമാണെന്നൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാനായിട്ടും, അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്തോ വലിയ മാരക പ്രശ്നമാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അവരുടെ ലൈഫ് തന്നെ പിന്നീട് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പി ആർ സ്ട്രാറ്റജീസും ചിലർ യൂസ് ചെയ്യാറുണ്ട്. ഈ ബിഗ് ബോസ് തുടങ്ങി 1-2 ആഴ്ച കഴിയുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബിലുള്ള കമന്റ് സെക്ഷൻ മൊത്തം ഈ പി ആറുകൾ അങ്ങ് ഏറ്റെടുക്കും. അപ്പം ഇവരുടെ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു എതിരാളി ഓപ്പോസിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് വരുന്നതിന്റെ അടിയിൽ അവരെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്. ഈ മെജോറിറ്റി ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ കാണുന്നവര് കമന്റും വായിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ വീഡിയോന്റെ അടുത്ത് വരുന്ന കമന്റ് വായിക്കുന്ന സമയത്ത് ഒരാളെ പറ്റി കൂടുതൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് വായിക്കുന്നവരിൽ ചിലര് അതിന്റെ കൂടെ കയറിയിട്ട് വലിയ കാര്യമൊന്നും അറിയണമെന്നില്ല, പക്ഷെ മെജോറിറ്റി കമന്റ് നെഗറ്റീവ് കമന്റ് ആയതുകൊണ്ട് അതിന്റെ കൂടെ കയറിയിട്ട് അവരുടെ വകയായിട്ടും കൂടെ കുറച്ച് നെഗറ്റീവ് അതിലെഴുതി വെക്കും. ഇതേപോലെ തന്നെയാണ് പോസിറ്റീവിന്റെ കാര്യത്തിലും. പി ആർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റിന്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ചെന്നിട്ട് കൂടുതൽ, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും വലിയ വലിയ പാരഗ്രാഫിൽ ഇവരെ വർണ്ണിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരിക. അപ്പോൾ ഒരു കൂട്ടം കമന്റുകൾ കാണുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും പോസിറ്റീവ് കമന്റ് ആകുമ്പോൾ അതിനോടൊപ്പം ചേരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ലൈവ് കണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആൾക്കാർ, ഇപ്പൊ ലൈവ് കാണുന്ന ഒരു എപ്പിസോഡ് കാണുന്ന അത്ര ആൾക്കാർ ലൈവ് കാണണമെന്നില്ല. അപ്പം ശരിക്കും ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് സംശയം വരും, ശരിക്കും ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ, ഇത് ഇത്രത്തോളം പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതും തോന്നും. അപ്പൊ ഈ റിയാലിറ്റി മനസ്സിലാക്കുന്ന ആൾക്കാര് ഈ കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് ഇത് ഇങ്ങനല്ലല്ലോ അങ്ങനെ അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലും. അപ്പൊ ഇവര് പേടിച്ചിട്ട് അങ്ങനെ കമന്റ് ഇടാതെ ഇരിക്കും. ഇങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള പി ആറുകളും ഉണ്ട്. ഇത്തരം ടോക്സിക് ആയിട്ടുള്ള പി ആറുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവര് ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും ഈ കണ്ടസ്റ്റൻസിനെ ഒന്നും വെറുതെ വിടത്തില്ല. അവര് ബാക്കി ഏത് വീഡിയോ ചെയ്താലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ ആണെങ്കിലും അവർക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെ തെറി പറയുക, വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ദിൽഷയൊക്കെ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് അതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം ഇവര് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പി ആർ ഏജൻസി സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റിന്റെ നല്ല കാര്യം
എത്രത്തോളം വലുതാക്കി പറയുന്നോ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലുള്ള നെഗറ്റീവ്. ഇപ്പൊ മനുഷ്യന്മാരാണ്, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് പോലും പെരുപ്പിച്ച് കാണിച്ച് അവരെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ്. വിമർശിക്കുകയല്ല, വായി തോന്നി തെറികൾ വിളിച്ചു പറഞ്ഞിട്ട് അവരെ വെറുക്കാൻ പഠിപ്പിക്കുകയാണ് സമൂഹത്തിനെ. അപ്പം ഇതിൽ മാനിപ്പുലേറ്റഡ് ആയി പോകുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അത് എല്ലാ സീസണുകളിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ PR കൊണ്ട് മാത്രം ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നിട്ട് പുറത്ത് PR ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം നോക്കിക്കോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമൊന്നുമില്ല. ഇവർക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ ഈ സീസണിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജിൻഡോയാണ് ഈ സീസണിൽ ജയിച്ചിട്ടുള്ളത്. ഇപ്പൊ ജിൻഡോ മുൻ സീസണുകളിൽ പലരും ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ഈ സീസണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. അത് ജിൻഡോന്റെ മിടുക്ക് തന്നെയാണ്. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുൻ സീസണുകളിൽ പലരും യൂസ് ചെയ്തിട്ടുള്ളതാണ്, സക്സസ് ആയിട്ടുള്ളതുമാണ്. ഇപ്പൊ ജിൻഡോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ജിൻഡോന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചോ, മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യാണ്. ഇപ്പൊ പ്രധാനമായിട്ട് ഞാൻ ജാസ്മിനെയും ഗബ്രീനെയും പറയാം, കാരണം അവരാണ് കുറച്ച് അധികം ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്ന ജിൻഡോന്റെ അടുത്ത് ഇവർ റിയാക്ട് ചെയ്യുന്ന രീതി കാണുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ജിൻഡോനെക്കാട്ടിലും ദേഷ്യം തോന്നുക ഇവരുടെ അടുത്താ. കാരണം ഇവര് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇവര് പെരുമാറുന്ന രീതി, ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ് ഒക്കെ കൂടെ കാണുന്ന സമയത്ത് നമുക്ക് ഇതിന് മാത്രം എന്തിനാ ഇവർ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ജിൻഡോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കള്ളത്തരം പറയുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, ഓരോരുത്തരെ ചെന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനെതിരെ മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അത് അതിര് കടന്നു പോകും. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്നിട്ട് ജിൻഡോ ഒന്നും അറിയാത്തതുപോലെ പാവം ഒരു മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ജിൻഡോ ഇങ്ങനെ മനഃപൂർവ്വം അവിടെ ഉള്ളവർക്ക് ഇടയിൽ ഒരു ദേഷ്യം വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷെ ഇവരെല്ലാവരും കൂടി ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇങ്ങനെ സംസാരിക്കുന്നതും ആക്രമിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജിൻഡോനെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുക. അതൊരു തരത്തിൽ ഈ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്നൊരു രീതിയാണ്. ഇപ്പോൾ അവിടെ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കുക, കള്ളം പറയുക, അല്ലെങ്കിൽ ഒരാൾക്ക് ദേഷ്യം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിന് ദേഷ്യം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അവരെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നുള്ളത്. അപ്പം അവിടെ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് ഈ തരത്തിലൊക്കെയാണെന്നുള്ളത്. പക്ഷേ അവർക്ക് ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ജിൻഡോയ്ക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് പരിധി കടന്നു പോവുകയും ജിൻഡോ ഏത് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്തത് അതിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് വീഴുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗബ്രി. ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഗബ്രിയും കൂടിയാണ്. കാരണം ഗബ്രി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഗബ്രി ജിൻഡോൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, ജിൻഡോനെ വിളിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ജിൻഡോൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്ക് ജിൻഡോനെക്കാട്ടിലും ദേഷ്യം തോന്നുക ഗബ്രീൻ്റെ അടുത്തായിരുന്നു. ഇവിടെ ജിൻഡോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ഗെയിം സെറ്റ് ചെയ്ത് നിന്ന സമയത്ത് ഗബ്രി അതിൽ പോയി വീഴുകയും ഗബ്രി അവിടെ വളരെ റിയൽ ആയിട്ട് ശരിക്കും ദേഷ്യം വന്നിട്ട് ഗബ്രി എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ വളരെ മോശമായിട്ട് ജിൻഡോന്റെ അടുത്ത് പെരുമാറുന്നു. അവിടെ കയ്യടി കിട്ടുന്നത് ജിൻഡോയ്ക്കാണ്. പക്ഷെ പറയുമ്പം അവിടെ മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ജിൻഡോയാണ്. പക്ഷെ അത് നമ്മൾ മറന്നുപോകും. പകരം ഗബ്രി ഈ പറഞ്ഞതിനെ മാത്രമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഇത്രയും വൃത്തികേട് വിളിച്ചു പറയുന്നത്, എന്തിനാണ് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്നൊക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലുള്ളത് അല്ലെങ്കിൽ യൂട്യൂബിലുള്ളവർ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ സീസൺ ഒബ്സർവ് ചെയ്തത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗബ്രിക്കും ജാസ്മിനും ഒക്കെ നാച്ചുറലി അവരുടെ ബിഹേവിയറും സംസാരവും ഒക്കെ കൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം പ്രേക്ഷകരുണ്ടായിരുന്നു. പക്ഷെ എന്നാ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത എന്നാൽ നന്നായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെതിരെ ഈ PR കമന്റ്സ് വന്നിട്ട് അവരെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്ത് ഭയങ്കര നെഗറ്റീവ് ആക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് അർജുനെതിരെ നടന്നതുൾപ്പെടെ. പിന്നെ വേറൊരു കാര്യം, പൈസ നല്ലപോലെ വാരി എറിഞ്ഞ് PR കൊടുത്തിട്ടാണ് ഉള്ളിൽ പോയെന്നുണ്ടെങ്കിൽ ഒരു 50 ദിവസത്തോളം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ, ഏതെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 50 ദിവസം PR ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇയാളെ പൊക്കിക്കൊണ്ട് വന്നോളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരേപോലെ കണ്ടന്റ് കൊടുത്തിരുന്ന 2 പേര് ബിഗ് ബോസിലുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾ ഭീകരമായിട്ടുള്ള PR വർക്ക് കൊടുത്തിട്ടാണ് ഉള്ളിൽ പോയിരിക്കുന്നത്, മറ്റേ ആൾ അത്രത്തോളം ഇല്ലെന്ന് വിചാരിച്ചാല് ശക്തമായിട്ട് PR കൊടുത്തിരിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും എപ്പോഴും വിജയിക്കാൻ സാധ്യത കൂടുതൽ. കാരണം
മിക്കവാറും ഇത്തരം PR ഏജൻസികൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പോണൻസിനെ നെഗറ്റീവ് ആക്കുക, ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് സപ്പോർട്ട് കൂടാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശക്തമായിട്ട് PR കൊടുത്തിരിക്കുന്ന ഈ കണ്ടസ്റ്റന്റിന്റെ എതിരെ വരുന്നത് ആരായാലും അയാൾക്ക് മേലെ ഒരു കണ്ടസ്റ്റന്റ് കയറി വരുമെന്ന് കാണുന്ന ആ സമയം തൊട്ടേ അയാളെ ഡീഗ്രേഡ് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഇവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ നല്ല പൈസ വാരി എറിഞ്ഞ് PR കൊടുത്ത് പോയിരിക്കുന്നവര് വിജയിക്കാൻ സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ വരുന്ന ചോദ്യം, ഇതെന്താ പ്രേക്ഷകർ മണ്ടന്മാരാണെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാറാനാണോ ഇരിക്കുന്നത്? പ്രേക്ഷകർ നല്ല ബുദ്ധിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെയല്ലേ ജീവിക്കുന്നതെന്നുള്ളതേ ചോദിക്കാനായിട്ടുള്ളൂ. കാരണം നമ്മൾ ഡെയിലി കേൾക്കുന്ന വാർത്തകള്, ഇപ്പൊ കള്ളങ്ങളും അർദ്ധസത്യങ്ങളും, എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങള് അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരം കള്ളങ്ങൾ പടച്ചുവിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അതില് ആൾക്കാർ ഒന്നും ആ കള്ളം വിശ്വസിക്കത്തില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ഇതിന്റെ സത്യം പോയി തിരിച്ചറിഞ്ഞ് സത്യം അന്വേഷിച്ച് കണ്ടെത്തി അത് മാത്രമേ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളെന്നൊക്കെ പറഞ്ഞാല് കണ്ണടച്ചിരുട്ടാക്കണ്ടെന്നേ പറയാനായിട്ടുള്ളൂ. നമ്മളെ ഭരിക്കുന്നവരുൾപ്പെടെ ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു ബിഗ് ബോസ് ഷോവിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പം ചിലര് വളരെ നിഷ്കളങ്കമായിട്ട് വന്ന് പറയുന്നത് കേൾക്കാറുണ്ട്, ഞങ്ങൾ ആരുടെയും PR ഒന്നും അല്ല, ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്, ഞങ്ങള് അയാളുടെ ഇന്ന സ്വഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ്, ഇന്ന ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും അന്ധമായിട്ട് ആരാധിക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് ഒരാളെ അയാളുടെ തെറ്റ് കാണുമ്പോൾ പറ്റാത്ത രീതിയിൽ, അയാളെ വിമർശിക്കാൻ പറ്റാത്ത രീതിയിൽ അന്ധമായിട്ട് അയാളെ ആരാധിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള ആൾക്കാർ സ്വയം ചിന്തിക്കാന്നുള്ളതേ പറയാനായിട്ടുള്ളൂ. ഒരാളെ പറ്റി ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അയാളെ ആരാധിക്കുകയും അതേപോലെ തന്നെ ഒരാളെ പറ്റി ഭയങ്കരമായിട്ട് നെഗറ്റീവ് കാര്യം കുറെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ അയാളെ ബ്ലൈൻഡ് ആയിട്ട് ഹേറ്റ് ചെയ്യും. അതിന്റെ കാര്യകാരണങ്ങളൊന്നും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്നും ചിന്തിക്കേണ്ട. ഈ രണ്ട് രീതിയിലും ബ്ലൈൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാരെയാണ് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ടോക്സിക് ആയിട്ട് മാറിയിട്ട് സൈബർ ബുള്ളിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാര് സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ PR-കൾക്ക് അവരുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമാണ്. PR-കളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പൊതുവെ നമ്മൾ PR കൊടുക്കാന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണല്ലോ. ഇപ്പൊ പൈസ കൊടുക്കാതെ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ കിട്ടുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവർ ഈ മെജോറിറ്റീന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളെ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും ന്യായീകരിച്ചും അയാളെ ഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തും ഒക്കെ, അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുത്തിട്ടല്ല, അതിൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് മെജോറിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റിയിട്ട് നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് വരും, പൈസ കിട്ടും. അങ്ങനെയാണ് ഇവർക്ക് അതിനകത്തുള്ള ബെനിഫിറ്റ്സ് കിട്ടുക. അപ്പം അങ്ങനെ മെജോറിറ്റീന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുള്ളതും ഈ പറയുന്ന കണ്ടസ്റ്റന്റിന് ബെനിഫിറ്റ്സ് ആയിട്ട് വരാറുണ്ട്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് ഈ PR സംവിധാനങ്ങളുടെ കാര്യം. ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അവർക്ക് നല്ല രീതിയിലൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഇമേജ് പോസിറ്റീവ് ആക്കി എടുക്കാനും PR-കളെ കൊണ്ട് പറ്റും. അതേപോലെ മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തി അയാളെ ഡീഗ്രേഡ് ചെയ്ത് അയാളുടെ ലൈഫ് ഇല്ലാതെയാക്കി വേറൊരാളെ ഉയർത്തിക്കൊണ്ടുവരാനും PR സംവിധാനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, PR കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ വാരി എറിഞ്ഞിട്ട് PR ചെയ്ത് ബിഗ് ബോസിന്റെ ഉള്ളിൽ പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒന്നും ഇല്ല, ഇപ്പൊ PR കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളെ ഇനി ഇത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. ബിഗ് ബോസിലെന്നല്ല, നമുക്ക് ചുറ്റിലുമുള്ള പലതും ഇതേപോലെ പലതരം കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. നമ്മൾ സത്യമാണ് ശരിയാണെന്ന് വിചാരിക്കുന്ന പലതും അത് തിരിച്ചറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലച്ചോറ് വല്ലവരുടെയും കാൽക്കീഴിൽ കൊണ്ട് പണയം വെക്കാതെ സ്വന്തമായിട്ട് ചിന്തിക്കുക.